ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, അല്ലാണ്ട് ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. നമ്മളായിരുന്ന ഇടങ്ങളിൽ, അല്ലെങ്കിൽ ഈ വർഷവും അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മളായിരുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സൂക്ഷ്മ പരിപാലനം നമ്മളോട് ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപ, ദയ, മനസ്സലിവ് അതെല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തുപോഴുവാൻ. താങ്ക് യു ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇടനെയും താഴ്ത്തിയേൽപ്പിക്കുന്ന ഈ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവമടിനെയും ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അടുത്ത മുഖവരിയായിട്ട് കൂടുതൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ ദൈവം തന്നിരിക്കുന്നു. 1-2 കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നേരത്തെ ശ്രദ്ധിച്ച വിഷയം തന്നെയാണ്. പ്രത്യേകിച്ചായിട്ട് ഒന്നും തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു ക്വസ്റ്റ്യന്, അതായത് നമ്മൾ രോഗികൾക്ക് വേണ്ടി നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? രോഗികൾക്ക് വേണ്ടി പറഞ്ഞു, കുഴപ്പമില്ല, പ്രാർത്ഥിക്കുന്നു. യേശു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? ബൈബിളിൽ യേശു എവിടെയെങ്കിലും പറഞ്ഞായിട്ട് നമുക്ക് ഉണ്ടോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? ബൈബിൾ യേശു പറഞ്ഞിട്ടുള്ളൂ? യേശു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യേശു എന്താണ് പറഞ്ഞേക്കുന്നത്? പോയി സൗഖ്യമാക്കാൻ പറഞ്ഞിരിക്കുക, പ്രാർത്ഥിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. സൗഖ്യമാക്കാൻ പറഞ്ഞിരിക്കുന്നു. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങും. അപ്പം എപ്പോഴും നമ്മൾ ആരാണെന്നുള്ള കാര്യവും എന്താണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ യേശു പറഞ്ഞിരിക്കുന്നുള്ള കാര്യം കൂടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മുടേതായ ഇഷ്ടപ്രകാരം നമ്മളതിനെ പല രീതിയിൽ അങ്ങ് ഡൈവേർട്ട് ചെയ്യുക. അതായത് എപ്പോഴും നമ്മൾ ആദ്യമേ ഇവിടെ ക്ലാസ്സിൽ കൂടെ കേട്ടു, എന്ത് മറച്ചു വെക്കുന്നതിന്? കാര്യം പ്രസാദം, ദൈവത്തിന്റെ മഹത്വം, കാര്യം ആരായുന്നത് രാജാക്കന്മാർക്ക് മഹത്വം. നമ്മൾ കാര്യം ആരായണം. ദൈവം മീൻസ് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇടനായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ആരായണം, നമ്മൾ അന്വേഷിക്കണം. ദൈവവചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവവചനപ്രകാരം നമ്മൾ എപ്പോഴും പോകണം. എനിക്കില്ലോ അതാണ് ദൈവം നമ്മളെ ആര് ആക്കിയിരിക്കുന്നു. ദൈവം നമ്മളെ, അല്ലെങ്കിൽ യേശു, അല്ലെങ്കിൽ ദൈവവചനം പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജാക്കൻ, ഞാൻ ഒരു കണ്ണാടി എടുത്തിട്ടില്ല, വചനം വായിച്ച് സഹായിക്കണം. യേശു നമ്മളെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ ആ ഒരു ലെവലിലേക്കാണ് ശിഷ്യന്മാരെ ആക്കി വെച്ചത്. അതായത് യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ആദിമ മനുഷ്യനായ ആദമിനെ ദൈവം സൃഷ്ടിച്ചാക്കിയതിന് ശേഷം എന്ത് ചെയ്തു? സകലത്തെയും അടക്കി വാഴുവാനായിട്ടുള്ളതായ അധികാരം കൊടുത്തു. ആ നഷ്ടപ്പെട്ടതിനെ ആദം അതെന്ത് ചെയ്തു? അത് മിസ്യൂസ് ചെയ്തു. ശരിയല്ലേ? മിസ്യൂസ് ചെയ്തതിന് ശേഷം ആ നഷ്ടപ്പെട്ടതിനെ തിരികെ തരാൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ അവതരിച്ചത്. ശരിയാണ് ഞാൻ പറയുന്നത്? അപ്പൊ അത് നമ്മൾ എപ്പോഴും എന്തിനു വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റ് പാപപരിഹാരത്തിനായിട്ട് വന്നു അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ഒരു കാര്യത്തിൽ നമ്മൾ നിർത്തരുത്. ഈ പാപപരിഹാരം എന്ന് പറയുമ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടതിന്, ശത്രു അപഹരിച്ചതിന്, ഇതെല്ലാം ദൈവവചനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്തിനു വേണ്ടി യേശു ലോകത്തിൽ വന്നു. അതിനുശേഷം യേശു ഈ ലോകത്ത് വന്നതിന് ശേഷം ശിഷ്യന്മാരെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ഏത് രീതിയിലാണ് പഠിപ്പിക്കുന്നത്, വളരെ വ്യക്തമായിട്ട് ബൈബിൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ചെയ്യണം, നിങ്ങൾ ആരാണെന്നുള്ള കാര്യം. ഒരു
കണ്ടീഷൻ മാത്രം. എങ്ങനെ? ദൈവത്തോട് അടുത്ത് ചെല്ലുകയും അതോടൊപ്പം തന്നെ ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കണം. നമ്മൾ വിശ്വസ്തരായിരിക്കണം. വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തരായിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കുള്ളൂ. വിശ്വസ്തരായിട്ടല്ലാത്ത ഒരു വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കുവോ? അല്ല, പറ, അത് ശരിയാണോ? വിശ്വസ്തരല്ലാത്ത ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ ഒക്കത്തില്ലെന്നേ. അവിശ്വസ്തനായ ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ ഒക്കും? നമ്മളിപ്പം അല്ല, ലോകപ്രകാരം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ഒരാളെ ഏൽപ്പിക്കണം എന്ന് കൂട്ടിക്കോ, അല്ല നമ്മൾ പല കാര്യങ്ങളിൽ, ഒരു ഫൈനാൻഷ്യലോ വട്ടവോ, അത് നമ്മുടെ വീടിൻ്റെ കാര്യമോ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ, അവിശ്വസ്തരായ ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ കാര്യം പരമേൽപ്പിക്കുവോ? ഒരിക്കലുമില്ല. ഞാൻ ചെയ്യത്തില്ല. ഒരു വിശ്വസ്തനായ ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ ഒക്കുള്ളൂ. വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനായിരിക്കണം. ഒരു ദൈവ പൈതൽ ആദ്യമേ എന്ത് ചെയ്യണം? അവൻ വിശ്വസ്തനായിരിക്കണം. വിശ്വസ്തനാണെന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ വിശ്വസിക്കും. ഐക്യലോ നമ്മൾ വിശ്വസ്തരായിരിക്കുക. ദൈവസ്ഥൻ നമ്മൾ വിശ്വസ്തരായിരിക്കുക. വിശ്വാസി എന്ന് പറയുമ്പോൾ വിശ്വസ്തനായിരിക്കണം. നമ്മൾ വിശ്വസ്തരായിരിക്കണം. ആ വിശ്വസ്തർക്ക് വേണ്ടി ദൈവം എല്ലാം കാര്യങ്ങൾ എന്ത് ചെയ്യും? വിശ്വസ്തനായവൻ നമ്മളിലേക്ക് ആ കാര്യങ്ങളെല്ലാം നമ്മളെ പരമേൽപ്പിക്കും. നമ്മളെ പരമേൽപ്പിക്കും. ഇത് ഞാൻ ചിന്തിച്ച കാര്യമൊന്നുമല്ല, ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യമാണ്. താങ്ക്യൂ. നമ്മൾ വിശ്വസ്തരാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ പരമേൽപ്പിക്കും. നമ്മൾ വിശ്വസ്തരാണോ എന്നുള്ളതാണ് പോയിന്റ്. നമ്മൾ വിശ്വസ്തരാണെന്നുണ്ടെങ്കിൽ ദൈവം എല്ലാം എവിടെയുണ്ട്? ഈ വിശ്വസ്തനായ ദൈവത്തിന് എല്ലാം നമ്മളെ പരമേൽപ്പിച്ചിരിക്കുക. ദൈവം നമുക്കെല്ലാം നൽകിയിരിക്കുക. പക്ഷെ നമുക്ക് ഓൺലി പോയിന്റ്, നമ്മൾ വിശ്വസ്തരാണോ? നമ്മൾ അതിന് യോഗ്യരാണോ? നീ വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തെ? താങ്ക്യൂ. ആ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണുക തന്നെ ചെയ്യും. അത് അൺകണ്ടീഷണൽ ലവാ. അൺകണ്ടീഷണൽ കാര്യം. അതൊരു എന്താ പറഞ്ഞേ, ഒരു കവനന്റാ, ഒരു എഗ്രിമെന്റാ. അത് താങ്ക്യൂ. നമ്മൾ വിശ്വസ്തരാണോ? ദൈവം നമ്മളെ മാനിച്ചിരിക്കും. ദൈവം നമ്മളെ മാനിച്ചിരിക്കും. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം അതിന് ഒന്നുണ്ട് കാര്യങ്ങൾ മാത്രം ഞാനിന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 1-2 വാക്യം. അവൻ 12 അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു. മതി. അതിന്റെ ഇനിയിപ്പോ 9:12. പകൽ കഴിവാറായപ്പോൾ 12 അടുത്തു വന്ന അവനോട്, ഇവിടെ നാം മരുഭൂമിയിലായിരിക്കൊണ്ട് പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യെസ്. അപ്പം ഒരു വാക്യം വായിച്ചു. അവൻ അവരോട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് പറഞ്ഞതിന്, 5 അപ്പവും 2 മീനും അല്ലാതെ അധികം ഞങ്ങളുടെ പക്കൽ ഇല്ല. ഞങ്ങൾ പോയി ഈ സകല ജനത്തിനു വേണ്ടി ഭോജ്യങ്ങൾ കൊള്ളണമോ എന്ന് അവർ പറഞ്ഞു. മതി. ജോസഫ് പാസ്റ്റർ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു പോയിന്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടതാണ്. ഒരിക്കൽ ആദ്യമേ എന്ത് പറയുന്നു? യേശു ശിഷ്യന്മാരെ എന്ത് ചെയ്തു? രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. അപ്പൊ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരം കൊടുത്തു. അപ്പൊ ഇവരുടെ വിചാരം എന്താ? അതിനുശേഷം അവർ പോയി അവരപ്രകാരം ചെയ്തു. പലപ്പോഴും ദൈവത്തിൽ നിന്ന് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു ദൈവ മക്കളെന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ലിമിറ്റേഷൻ ഇടുക.
ലിമിറ്റേഷൻ അല്ലെങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാ. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അല്ലെന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ ഒരു വാക്ക് കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് സൗഖ്യമാകുമോ? അല്ല, നമ്മളെ നോക്കിയാൽ സൗഖ്യമാകുമോ? ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യനുകളും ചോദിക്കുന്നുണ്ട്. വിശ്വസിച്ചുകൊണ്ട് ഒരു വ്യക്തി, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ദൈവ പൈതല്, അവൻ ആരാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അവൻ ആരാണ്? അവന് പൂർണ്ണ അധികാരം ദൈവം കൊടുത്തിരിക്കുക. എനിക്കല്ലോ സകലത്തെയും, എന്താണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്? ആദമിന് ഏത് അധികാരമാണ് ഉണ്ടായിരുന്നത്? സകലത്തെയും വാഴുവാൻ എന്നാണോ അടക്കി വാഴുവാൻ എന്നാണോ? അടക്കി വാഴുവാൻ. സകലത്തെയും ഒന്ന് സംശയോടെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യുക. ദൈവവചനത്തിൽ കൂടെ പോകണല്ലോ. എനിക്കല്ലോ 1:26 എന്ന് പറഞ്ഞു വായിച്ചു. എല്ലാ ജാതിയിന്മേലും വാഴട്ടെ. ഓക്കെ, ഇനിയോ നമ്മളത് പിന്നെ നോക്കാം. അതായത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സകല അധികാരങ്ങളും എന്ത് കൊടുത്തു? ദൈവം മനുഷ്യന് കൊടുത്തു. അങ്ങനെയാണ് ദൈവം സകലത്തിൻ്റെ എബോവാക്കിയാണ് ദൈവം ആദമിനെ സൃഷ്ടിച്ചത്. പക്ഷെ എന്നുണ്ടെങ്കിൽ മനുഷ്യൻ അതിനെ മിസ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ആദം അതിനെ മിസ്യൂസ് ചെയ്തു. വായിച്ചോ, വന്ന് വായിച്ചോ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം അല്ലേ? ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിന്മേലും ആകാശത്തിലെ പർവ്വതജാതിന്മേലും സകല പൂജാജന്തുത്തിന്മേലും വാഴുവീൻ. വാഴുവാനായിട്ടുള്ളതായ അധികാരം, അടക്കി വാഴുവാനായിട്ടുള്ള അധികാരം. താങ്ക്യൂ. ആ അധികാരം ആദം എന്തെടുത്തു? നഷ്ടപ്പെടുത്തി. പാപം ചെയ്തത് മുഖാന്തരമായിട്ട് അത് ആർക്ക് കൈമാറി? പിശാചിന് കൈമാറി. അവൻ അപഹരിച്ചെടുത്തു. അപഹരിച്ചെടുത്തതിനെ തിരിച്ച് തരാൻ വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. യേശു ലോകത്തിലേക്ക് വന്ന് ലോകത്തിൽ ശിഷ്യന്മാരോടായിരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ശിഷ്യന്മാരോടൊക്കെയും യേശു ടീച്ച് ചെയ്തതായ ഒരേ ഒരു മെയിനായിട്ടുള്ള പോയിന്റ്, താങ്ക്യൂ, നിങ്ങൾ ആരാണെന്നുള്ള കാര്യം തിരിച്ചറിയണം. സകല അധികാരങ്ങളും, അല്ലെങ്കിൽ നീ ഭൂമിയിൽ കെട്ടുന്നതിനെയൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെടും. അല്ലെങ്കിൽ എന്താ പറഞ്ഞ, ഈ പുതിയ നിയമത്തിൽ തന്നെയാണോ പറഞ്ഞേക്കുന്നത്? അല്ലെങ്കിൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയാണോ പറഞ്ഞേക്കുന്നത്? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ് എസെക്കിയേൽ പ്രവാചകനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. എസെക്കിയേൽ പ്രവാചകനൊക്കെ എന്തായിരുന്നു അധികാരം? ഏത് രീതിയിലുള്ള അധികാരമാണ് എസെക്കിയേൽ പ്രവാചകനൊക്കെ കൊടുത്തിരുന്നത്? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 37-ന്റെ 3-4 വാക്യം. 37-ന്റെ 3-4 വാക്യം. അത് നമുക്ക് വളരെ സുപരിചിതമായിട്ടാണ്. അതായത് ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഓക്കെ, അതിന് ഞാൻ യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മതി. ഓക്കെ, ഇനി 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, 3-4 വാക്യം ഒന്ന് വായിച്ചു. ഖൽദയദേശത്തെ കേബാർ നദീതീരത്ത് വെച്ച് ബൂസിയുടെ മകൻ എസെക്കിയേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവിടെ യഹോവയുടെ കൈയും അവന്റെ മേൽ വന്നു. ഞാൻ നോക്കിയപ്പോൾ വടക്കുനിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ. അത് മതി. ഇനി അടുത്തത് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. മനുഷ്യപുത്ര, നീ ഒരു ഇഷ്ടിക എടുത്ത് നിന്റെ മുമ്പിൽ വെച്ച് അതിൽ യെരുശലേം നഗരം വരച്ച് അതിനെ നിരോധിച്ച് അതിന്റെ നേരെ കൊത്തളം പണിത് വാടകോരി പാളയമടിച്ച് ചുറ്റും യന്ത്രമുട്ടികളെ വെക്കുക. മതി. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, മനുഷ്യപുത്ര, ഒരു ഇഷ്ടിക എടുത്ത് നിന്റെ മുമ്പിൽ വെച്ച് അതിൽ യെരുശലേം നഗരം വരച്ച്, അതിൽ യെരുശലേം നഗരം വരയ്ക്കണം നീ. എന്നിട്ട് എന്ത് ചെയ്യണം?
അതിനെ നിരോധിക്കാൻ മനസ്സിലാവുന്നുണ്ടോ? ഒരു ദൈവവചനത്തിന്റെ അധികാരമാണെന്ന് ഞാൻ പറയുന്നത്. ദൈവം കൊടുത്തിരിക്കുന്നതായ, അല്ലെങ്കിൽ ആരായിരുന്നു ഈ എസെക്കിയേൽ പ്രവാചകൻ? എസെക്കിയേൽ പ്രവാചകൻ ഒരു പുരോഹിതനായിരുന്നു. അത് 1-ാം വാക്യം 1:3 നമ്മൾ പറയുന്നു. ആ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ പ്രവാചകന് ദൈവം കൊടുത്തിരിക്കുന്ന അവകാശം, ഒരു ദൈവ പൈതലിന് ദൈവം കൊടുത്തിരിക്കുന്ന അവകാശത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. താങ്ക് യു ലോർഡ്. പ്രവാചക എന്താണ്? ഒന്നുകൂടെ വായിച്ചേ. അതിന്റെ 4 മനുഷ്യപുത്ര, നീ ഒരു ഇഷ്ടിക എടുത്ത് നിന്റെ മുൻപിൽ വെച്ച് അതിൽ യെരൂശലേം നഗരം നീ ഒന്ന് വരയ്ക്കണം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അടുത്തത്, അതിനെ നിരോധിക്കണം. അതിനെ എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യണം. താങ്ക് യു ലോർഡ്. എങ്ങനെയാ നിരോധിക്കുന്നത്? ഇവിടെ അതിന്റെ നേരെ കൊത്തളം പണിത് വാടകോരി പാളയമടിച്ച് ചുറ്റും യന്ത്രമുട്ടികൾ. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇവിടെ എങ്ങനെ നിരോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഫിസിക്കലായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഈ യെരൂശലേം നഗരത്തിന് ചെന്നിട്ട് ഇപ്രകാരമൊക്കെ ചെയ്യാനായിട്ട്, ഫിസിക്കലായിട്ട് ചെയ്യുവാനായിട്ട് ഈ ഒരു മനുഷ്യന് സാധിക്കുമോ? ഇല്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ അവിടെയാണ് ദൈവവചനം ഈ പ്രവാചകന്റെ നാവിൽ കൂടെ വരുക, അല്ലെങ്കിൽ ഈ പ്രവാചകന്റെ ഈ കൈത്തുമ്പിൽ കൂടെ വരുക ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ഈ ദൈവത്തിന്റെ ശക്തി എന്താ? ഈ പ്രവാചകന്റെ കൈത്തുമ്പിൽ കൂടെ വരുക. നീ ഒന്ന് ഡ്രോ ചെയ്യണം. നീ ഒരു കട്ട എടുക്കണം. നീ ഒരു കട്ട എടുത്തതിന് ശേഷം നീ അതിനെ എന്താക്കി മാറ്റണം? ഇത് ഒരു യെരൂശലേം നഗരമായിട്ട് നീ അതിനെ ഒന്ന് സങ്കല്പിക്കണം. ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ? താങ്ക് യു. ദൈവവചനം അങ്ങനെയാ പറഞ്ഞു. നീ എൻ്റെ മനസ്സിൽ നീ ഒന്ന് സങ്കല്പിക്കണം. നീ സങ്കല്പിച്ചതിന് ശേഷം നീ ഒന്ന് ഡ്രോ ചെയ്യണം ഈ നഗരത്തെ, അല്ലെങ്കിൽ നീ ഒന്ന് ഡ്രോ ചെയ്യണം. എന്നിട്ട് നീ നിന്റെ നാവ് കൊണ്ട് അതിനെ നീ ഒന്ന് ബൈൻഡ് ചെയ്യണം. ഇപ്പം മനസ്സിലായോ എന്താണ് ഒരു ദൈവ പൈതലിന്റെ അധികാരം എന്നുള്ള കാര്യം? നമ്മൾ പലപ്പോഴും ഇതൊന്നും തിരിച്ചറിയാതെ നമ്മൾ ഇതൊക്കെ വെറുതെ അങ്ങ് വായിച്ചു വിടുക. ഒരു ദൈവ പൈതലിന്റെ അധികാരത്തെക്കുറിച്ച് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന അവകാശങ്ങളും അധികാരങ്ങളും പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ എന്നും കണ്ണുനീരും ദുഃഖവും പ്രയാസവുമായിട്ട് അങ്ങ് കിടക്കുക. താങ്ക് യു ലോർഡ്. ഇവിടെ ദൈവം എന്താണ് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? ഈ പ്രവാചകനോട് പറയുന്നത്, അല്ലെങ്കിൽ ഈ പുരോഹിതനോട് എന്താ പറയുന്നത്? നീ ഇതൊന്ന് ചെയ്യണം. അപ്പൊ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾക്ക് നേരെ ഉള്ളതായ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്കെതിരായിട്ട് വരുന്നതായ, അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ അവനെതിരായിട്ട് വരുന്നതായ ഏതിനെയും നിരോധിക്കുവാനായിട്ടുള്ളതായ അധികാരം ഒരു ദൈവവചനത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാനിവിടെ എൻ്റെ വാക്കല്ല, ഈ ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയുക. താങ്ക് യു ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ യെരൂശലേം നഗരത്തെ നോക്കി നീ കരയാനാണോ പറഞ്ഞേക്കുന്നത്? നീ എന്നോട് പ്രാർത്ഥിക്കാനാണോ പറഞ്ഞത്? അല്ല. ആണോ പറഞ്ഞത്? അല്ല. നീ ഒന്ന് ഡിസൈൻ ചെയ്യണം. ഇത് യെരൂശലേം നഗരമായിട്ട് നീ ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് നീ ഇത് എഴുതണം. ഈ തിരിച്ചറിവ് ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. നമ്മുടെ നാവിന്മേലാണ് ദൈവം അധികാരം തന്നിരിക്കുന്നത്. ആരുടെ മേൽ? ആർക്ക്? ഈ പുരോഹിതൻ, അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ പൈതലിന് ദൈവം അധികാരം തന്നിരിക്കുന്നു. ഈ അധികാരത്തെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. യേശു ഈ അധികാരം നമ്മൾക്ക് തന്നു.
സകല അധികാരങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഞാൻ അവിടെ നിൽക്കുന്നില്ല. വീണ്ടും അടുത്ത പിന്നെ ഈ പ്രവാചകനെ എവിടെയോട്ട് കൊണ്ടുപോകാം. നമ്മൾ ഏറ്റവും ലാസ്റ്റ് എങ്ങനെയാ വായിച്ചത്? 30 പ്രവാചക എന്ത് പറയുന്നത്? ഈ അസ്ഥികൾ ജീവിക്കുമോ? അവിടെ പ്രവാചകനെ പിന്നെ അടുത്ത ഒരു ലെവലിലേക്ക് കൊണ്ടുപോവുക. പ്രവാചകനെ അടുത്ത ഒരു ലെവലിലേക്ക് കൊണ്ടുപോവുക. അസാധ്യമായിട്ടുള്ളത്, മനുഷ്യൻ അസാധ്യമായിട്ടുള്ളതായ ആ കാര്യത്തെ പ്രവാചകനെ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി. നമ്മൾ ആദ്യമേ ജോസഫ് പാസ്റ്റർ എന്താ പറഞ്ഞത്? കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. അത് ആരാഞ്ഞ് അറിയുന്നവനോ രാജാക്കന്മാർ അതിനെ ആരാഞ്ഞറിയുന്നു. താങ്ക് യു ലോർഡ്. നമ്മൾ നല്ലപോലെ ആരാഞ്ഞറിയണം. ദൈവവചനത്തെ നമ്മൾ ആരാഞ്ഞറിയണം. ദൈവം നമ്മളെ ആരാക്കിയാ മാറ്റിയിരിക്കുന്നത്. ദൈവം നമ്മളെ രാജാക്കന്മാരാക്കി പുരോഹിതന്മാരാക്കി വെച്ചതിന് ശേഷം രാജാവ് ഇരുന്ന് കരയാറില്ല. താങ്ക് യു. രാജാവ് ഓർഡർ ചെയ്യുന്നു. താങ്ക് യു ലോ. ദൈവത്തിന്റെ മഹത്വം നമ്മൾ കൂടെ വെളിപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. താങ്ക് യു ലോ. അതുകൊണ്ട് നമ്മൾ അത് തിരിച്ചറിയും. ഇവിടെ പ്രവാചകനെ എവിടെ കൊണ്ടുപോകുന്നു? അത്തിത്താഴ്വരയിലേക്ക് ഈ എസെക്കിയേൽ പ്രവാചകനെ കൊണ്ടുപോവാ. പ്രവാചകനെ കൊണ്ടുപോയതിന് ശേഷം ദൈവം പ്രവാചകനോട് ചോദിക്കുക, ഇതൊക്കെ എന്തിനാ അവിടെ എഴുതിയേക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണം, ഒരു ദൈവവചനം മനസ്സിലാക്കണം. നിനക്ക് ലിമിറ്റേഷൻ ഇല്ല. താങ്ക് യു ലോ. നിനക്ക് ലിമിറ്റേഷൻ ഇല്ല. നീ ആദ്യമേ പ്രവാചകനോട് എന്ത് പറയുന്നു? പ്രവാചകനോട് നീ യെരൂശലേമിന്റെ അല്ലെങ്കിൽ ആ പട്ടണത്തിന്റെ ഒരു 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 പട്ടണത്തിന്റെ ഒരു ഡിസൈൻ എങ്ങനെ ഉണ്ടാക്കണം? ഒരു കട്ട എടുത്തു വെച്ച് ആ കട്ടയിൽ നീ ഡിസൈൻ ഉണ്ടാക്കി നീ അതിനെ നിരോധിക്കാൻ ഉള്ള അധികാരം ദൈവം കൊടുത്തു. ആ അധികാരം ലഭിച്ച പ്രവാചകനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുക. എവിടെ കൊണ്ടുപോകുന്നു? അസ്ഥിത്താഴ്വരയിലേക്ക് കൊണ്ടുപോവുക. കൊണ്ടുപോയതിന് ശേഷം അവനോട് ചോദിക്കുക, പ്രവാചക എന്താണ് ഈ അസ്ഥികൾ ജീവിക്കുമോ? ക്വസ്റ്റ്യനാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന് നേരെ നമ്മളെ കൊണ്ടുപോയതിന് ശേഷം നമ്മുടെ വിശ്വാസം, താങ്ക് യു ലോ, നമ്മളോട് ദൈവം ചോദിക്കുകയാണ്, നീ നിനക്ക് പറയാൻ ഒക്കുവോ? എന്താ നീ പറയുന്നത്? ഈ അസ്ഥികൾ ജീവിക്കുമോ? താങ്ക് യു ലോ. അവിടെ പ്രവാചകൻ ഇച്ചിരി സംശയം. എന്താ പറയുന്നേ? താങ്ക് യു ലോ. ദൈവമേ നീ അറിയുന്നു. താങ്ക് യു. അവിടെ ദൈവത്തിന്റെ മറുപടി എന്താ? ദൈവത്തിന്റെ മറുപടി എന്താ? അവിടെ എന്റെ ആവശ്യം ഒന്നും ഇല്ല. അങ്ങനെയാണോ അവിടെ എഴുതിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാ. എന്റെ ആവശ്യം ഒന്നുമില്ല. നീ എന്ത് ചെയ്യണം? നീ പ്രവചിക്കണം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നീ കാണാത്തതിനെ നോക്കി നീ വിളിച്ചു വരുത്തണം. അതാണ് പ്രവചനം. കാണാത്തതിനെ നോക്കി നീ വിളിച്ചു വരുത്തണം. നിനക്ക് അസ്ഥിത്താഴ്വര നോക്കി നീ കരഞ്ഞോണ്ട് കിടക്കാനായിട്ടല്ലെന്ന് ദൈവം നിന്നെ വിളിച്ചേക്കുന്നത്. പ്രവാചക, ദൈവം നിന്നോട് ചോദിക്കുക, പ്രവാചകനോട് ചോദിക്കുക, പ്രവാചക ഈ അസ്ഥി ജീവിക്കുമോ? ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോ. ഒരു ദൈവവചനത്തിന്റെ അധികാരത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. താങ്ക് യു ലോ. നഷ്ടപ്പെട്ടതിനെ ദൈവം തിരിച്ചു തന്നു. നമ്മുടെ യേശുവിൽ കൂടെ നമ്മൾക്ക് നഷ്ടപ്പെട്ടതിനെ ദൈവം നമുക്ക് തിരിച്ചു തന്നു. ആദമിൽ കൂടെ നഷ്ടപ്പെട്ടതിനെ യേശുവിൽ കൂടെ ദൈവ മക്കൾക്ക് വേണ്ടി തിരികെ തന്നു. അതുകൊണ്ട് നമുക്ക് ലിമിറ്റേഷൻ ഇല്ല. താങ്ക് യു ലോ. അത് പട്ടണമാണെങ്കിലും അസ്ഥി താഴ്വരയാണെങ്കിലും എവിടെയാണെങ്കിലും നീ നോക്കി പറയുക. താങ്ക് യു ലോ. നീ നോക്കി കൽപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ നീതിയാണ്. താങ്ക് യു ലോ. അതുകൊണ്ട് ഒന്നിനെ ഒരാഭിചാര ശക്തിയെ നോക്കിയിട്ട്, ഒരു ദുഷ്ടശക്തിയെ നോക്കിയിട്ട്, ഒരു പൈശാചിക ബന്ധനത്തെ നോക്കിക്കൊണ്ട് നീ അവിടെ കരഞ്ഞുകൊണ്ട് കിടക്കുവാനായിട്ടല്ല. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവവചനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന, പ്രവാചക നിന്റെ മേൽ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. പ്രവാചക നീ ഒന്ന് ഡ്രോ ചെയ്യണം. താങ്ക് യു ലോ. അത് പട്ടണത്തെ നോക്കിക്കൊണ്ട് നീ പറയണം. താങ്ക് യു ലോ. ഹല്ലേലൂയ. നീ പട്ടണത്തെ നോക്കിക്കൊണ്ട് നീ ഡിസൈൻ ചെയ്താൽ അതുപോലെ പട്ടണത്തിൽ നടക്കുമെന്ന്.
താങ്ക് യു ലോ. നീ അസ്ഥിക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് നീ പറഞ്ഞാൽ അതുപോലെ നടക്കുമെന്നോ. താങ്ക് യു ലോ. ഹല്ലേലൂയ. ഞാൻ ആ വിഷയങ്ങൾ കൂടുതൽ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ പലർക്കും ഇത് മറഞ്ഞു കിടക്കുന്നു. താങ്ക് യു ലോ. അതൊന്ന് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്നു എന്ന് മാത്രം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒന്ന് തിരിച്ചറിയേണ്ടത് നമ്മൾ ആരാണെന്നുള്ള കാര്യം തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എന്റെ സബ്ജക്റ്റിലേക്ക് കടന്നു പോയിട്ട് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 32 താങ്ക് യു ലോ 32 9-ാം അധ്യായത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്നുകൂടെ. താങ്ക് യു ലോ. പകൽ കഴിവാറായപ്പോൾ പന്തിരുവർ അടുത്തു വന്ന് അവനോട്, ഇവിടെ നാം മരുഭൂമിയിലായിരിക്കൊണ്ട് പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും. മതി. ഓക്കെ, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഇനി അതിനകത്ത് എന്തെങ്കിലും എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ടോ? താങ്ക് യു. നിങ്ങൾ തന്നെ. നമുക്ക് ഇത്രയും കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഈ ശിഷ്യന്മാർക്കുള്ളതായ അധികാരം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദൈവ പൈതലിനുള്ളതായ അധികാരം എന്താണെന്നുള്ള കാര്യം യേശു അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. യേശു ചുമ്മാ ബ്ലൈൻഡായിട്ട് പറയുവാണോ ഇവരെ അല്ലെങ്കിൽ ഒരു ജോക്ക് പറയുവാണോ? അതായത് സാധാരണ നമ്മളൊക്കെ പറയുന്ന രീതിയിൽ ഒരു ജോക്ക് പറഞ്ഞതാണോ? നിങ്ങളങ്ങ് കൊടുക്കാൻ ജോക്ക് പറയുവാണോ? ഒരിക്കലും അല്ല. എങ്കിലോ ഒരിക്കലും അങ്ങനെ പറയുന്ന ദൈവം അല്ലെന്നേ. നമ്മളോട് അങ്ങനെ പറയുന്ന ദൈവം അല്ല. ദൈവം നിന്നോട് എന്ത് സംസാരിക്കുന്നോ അത് നിന്നിൽ കൂടെ നടക്കുക തന്നെ ചെയ്യും. അത് ദൈവം നിന്നോട് സംസാരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദൈവവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ ഹല്ലേലൂയ അത് നിന്നിൽ കൂടെ നടക്കുക തന്നെ ചെയ്യും. നിന്റെ നാവിൽ കൂടെ നടക്കും. അതുകൊണ്ട് അതിന് മറുപടിയായിട്ട് ഫിലിപ്പോസൊക്കെ എന്താ പറയുന്നേ? താങ്ക് യു ലോ. അല്ലെങ്കിൽ ഞങ്ങള് ഇത്ര വലിയ ജനത്തിന്, അല്ലെങ്കിൽ നമുക്കൊരു എൻ്റെ ഒരു ചിന്ത വന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിമം ഒരു 25,000 ആൾക്കാരെങ്കിലും കാണും. 5,000 പുരുഷന്മാർ തന്നെ ഉണ്ട്. പിന്നെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടെ മിനിമം ഒരു 25,000 ആൾക്കാരെങ്കിലും അവിടെ കാണാം. താങ്ക് യു ലോ. ഇത്ര വലിയ ജനത്തിന് എവിടുന്ന് കൊടുക്കും? അവരെവിടെ എങ്ങനെ ചിന്തിക്കുന്നു? മാനുഷികമായ രീതിയിൽ ചിന്തിക്കുന്നു. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക. യേശു അവിടെ മറുപടി പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. താങ്ക് യു. ഞാൻ നിങ്ങൾക്ക് ഭൂതങ്ങളെ അതിനു മുമ്പ് അവർ ടെസ്റ്റിമണി പറഞ്ഞത് എന്താ? നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി. ഈ അധികാരങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ താങ്ക് യു ലോ സകലതും നിങ്ങൾക്ക് സാധിക്കുമെന്ന്. താങ്ക് യു ലോ. 5,000 അല്ല, 50,000 അല്ല, വാട്ടെവർ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നീ വിശ്വസിക്കുന്നോ ദൈവത്തിന്റെ മഹത്വം നീ കാണും. ആദ്യമേ തന്നെ ശിഷ്യന്മാരോട് എന്താ പറയുന്നത്? നിങ്ങൾ വിശ്വാസമുള്ളവരായിരിക്കണം. നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങളിൽ കൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും. താങ്ക് യു ലോ. അതിനുശേഷം പിന്നെ അവിടെ നടന്നതായ സംഭവങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവർ മാനുഷികമായ രീതിയിൽ ചിന്തിക്കുന്നു. നമ്മൾ ഒരിക്കലും ഒരു ദൈവപൈതൽ ഒരിക്കലും സാഹചര്യങ്ങളെ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ തീരുമാനം ഒടുക്കരുത്. വ്യക്തമായിട്ട് ദൈവവചനം പറയുക. താങ്ക് യു ലോ. സാഹചര്യങ്ങളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. മാനുഷികമായ രീതിയിൽ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെയാണോ നീ ചിന്തിക്കുന്നത്? അല്ലെ മാനുഷികമായ രീതിയിലാണോ നീ ചിന്തിക്കുന്നത്? അത് മനുഷ്യൻ ചിന്തിക്കുന്നത് അതിനകത്ത് റോങ് ഒന്നുമില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ചിന്തകളും മനുഷ്യന്റെ ചിന്തകളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നിന്റെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരം. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെങ്കിലേക്ക് ഇറങ്ങണം. ദൈവത്തിൽ വിശ്വസിക്കണം. നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? സകലത്തെയും
അടക്കി വാഴുവാനുള്ളതായ അധികാരം നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. പ്രതിസന്ധികൾ വരത്തില്ല എന്നല്ല, അടക്കി വാഴണം എന്നുണ്ടെങ്കിൽ എന്തുണ്ട്? എനിമീസ് ഉണ്ടാകുമെന്നേ. പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും. പക്ഷെ എന്നുണ്ടെങ്കിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആ പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ആ ദൈവത്തിന്റെ കൃപ നിനക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവാചകനോട് പറയുന്നത്, നീ എന്ത് ചെയ്യണം? എന്താണ് അവിടെ നടക്കുന്നത്? ഈ പട്ടണത്തില്, യെരൂശലേം പട്ടണത്തിൽ നടക്കുന്നത്? താങ്ക്യൂ. വളരെ അതിക്രമങ്ങൾ നടക്കും. പക്ഷെ എന്നുണ്ടെങ്കിൽ നീ ഒന്ന് ഡിസൈൻ ചെയ്യണം. നീ ഒന്ന് ഡിസൈൻ ചെയ്യണം. ഒരു കട്ട എടുത്തു വെച്ചതിന് ശേഷം നീ ഒന്ന് ഡിസൈൻ ചെയ്യണം. എന്നിട്ട് നീ ഒന്ന് സങ്കല്പിക്കണം നിന്റെ മനസ്സിൽ. അതിനെന്ത് വേണം? നീ ദൈവത്തോടെ അടുത്ത് ചെല്ലണം. ദൈവസന്നിധിയിൽ ഒരു ഏകാഗ്രചിത്തനായിട്ട് നീ ഒന്ന് ഇരിക്കണം. മറ്റ് ചിന്തകളൊക്കെ വെച്ചോണ്ട് നീ കട്ടയും അല്ലെങ്കിൽ ഈ പെന്നും ഒന്നും എടുത്തു വെച്ചോണ്ട് നടക്കത്തില്ലെന്നേ. ശരിയാണോ ഞാൻ പറയുന്നത്? മറ്റുള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിന്റെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ്ലി നീ അതിനു വേണ്ടി ഒന്ന് സമർപ്പിക്കണം. ഇതാ ഞാൻ യെരൂശലേമിൻ്റെ ആ പട്ടണത്തിൻ്റെ ഡിസൈൻ ചെയ്യുന്നു, ഇതുപോലെ നടക്കട്ടെ. ഞാൻ ഈ പറയുന്നത് പോലെ നടക്കട്ടെ, ഞാൻ ഈ എഴുതുന്നത് പോലെ നടക്കട്ടെ, ഞാൻ ഈ ഡിസൈൻ ചെയ്യുന്ന പോലെ നടക്കട്ടെ. നീ അങ്ങനെ ചെയ്താൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ കാണുമെന്ന് ദൈവം വളരെ ക്ലിയർ ആയിട്ട് പ്രവാചകനിൽ കൂടെ അവിടെ വ്യക്തമാക്കുക. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്ക് 100% ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് നമുക്കൊരു 100% ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഞാൻ പ്രാർത്ഥിച്ച ആ ദൈവത്തിൻ്റെ മഹത്വം കാണും, ഞാൻ പ്രാർത്ഥിച്ച ആ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രവാചകൻ പിന്നെ എന്താ ചെയ്യുന്നത്? പ്രവാചകനോട് ദൈവം എന്താ പറയുന്നത്? അസ്ഥിയോട് നീ ഒന്ന് പ്രവചിക്കണം. താങ്ക്യൂ. പിന്നെ അതിന് അസ്ഥി പിന്നെ മാംസവും ഇതൊക്കെ വന്നു. പിന്നെ എന്ത് ചെയ്യണം? താങ്ക്യൂ. ഹല്ലേലൂയ. ഇതിനെ എന്ത് ജീവൻ വെക്കണം അല്ലേ? താങ്ക്യൂ. എന്താണ് പിന്നെ അടുത്തത്? കാറ്റിനോട് നീ ഒന്ന് പ്രവചിക്കണമേ. ഹല്ലേലൂയ. താങ്ക്യൂ. ഒരു സ്റ്റെപ്പിൽ ചിലപ്പോൾ കാര്യങ്ങളെല്ലാം നടന്നിരിക്കത്തില്ലെന്നേ. പക്ഷെ നിനക്ക് അധികാരങ്ങളെല്ലാം ഉണ്ട്. ഓ താങ്ക്യൂ. അസ്ഥി ഉണരുക മാത്രമല്ല, മാംസം വെച്ചിട്ട് നിൽക്കുക മാത്രമല്ലെന്നേ. ചെറിയ തോതിലുള്ള സൗഖ്യമല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായിട്ട് താങ്ക്യൂ, പൂർണ്ണമായിട്ടുള്ള വിടുതല് താങ്ക്യൂ. അത് നിന്റെ അവകാശമാ. നീ എന്ന് കൽപ്പിക്കണം. കാറ്റിനോട് നീ എന്ന് കൽപ്പിക്കണം. കാറ്റിനോട് നീ എന്ന് പറയണം. താങ്ക്യൂ. സകലത്തെ നിയന്ത്രിക്കാനായിട്ടുള്ളതായ അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നീ ഒന്ന് പറയണം. ആദ്യത്തെ സ്റ്റെപ്പിൽ നീ അവിടെ നിൽക്കണ്ട. രണ്ടാമത് അത് നീ കാര്യം നടന്നിട്ടില്ലേ, നീ വീണ്ടും പറയണം. എന്ത്? കാറ്റിനോട് നീ കൽപ്പിക്കണം, വരിക. താങ്ക്യൂ. അങ്ങനെ മാത്രമേ നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് ചെല്ലുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവം പറയുന്നത്, അതായത് ഒരു ദൈവപൈതന്റെ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുക. വിശ്വസിച്ചുകൊണ്ട് എന്ത് നമ്മൾ മനസ്സിലാക്കണം? എനിക്ക് സാധിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടിയുള്ളപ്പോൾ അസാധ്യമായത് ഒന്നുമില്ല. ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഏത് പ്രതികൂലങ്ങളാട്ടെ, എന്നെ തടയുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക്യൂ. ഈ ഒരു കോൺഫിഡൻസ് ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരിക്കലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന രീതി ആയിരിക്കില്ല. താങ്ക്യൂ. നമ്മൾ പറയുന്നൊരു ഉറപ്പുണ്ട്. നമ്മുടെ ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ വിശ്വസിക്കണം. താങ്ക്യൂ. 50-50 അല്ല, പൂർണ്ണ ഹൃദയത്തോടുകൂടെ നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണുക തന്നെ ചെയ്യും. താങ്ക്യൂ. പ്രവാചക, ഈ അസ്ഥി ജീവിക്കുമോ? പ്രവാചക, എന്ത് ചെയ്യണം? നീ ഡിസൈൻ ചെയ്യണം. താങ്ക്യൂ. ഒരു കട്ട എടുത്തു വെച്ചിട്ട് താങ്ക്യൂ നീ പറയണം, നീ കൽപ്പിക്കണം, നീ ഡിസൈൻ ചെയ്യണം. ഹല്ലേലൂയ. നിന്നിൽ കൂടെ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടും. താങ്ക്യൂ. നിന്നിൽ കൂടെ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടും. വെളിപ്പെട്ടില്ലേ?
താങ്ക് യു ലോ. എന്ത് സംഭവിച്ചു യെരൂശലേം പട്ടണത്തിനൊക്കെ, ഹല്ലേലൂയ, താങ്ക് യു ലോ. അതുപോലെ തന്നെ ദൈവം നമ്മളെയും ആക്കി വെച്ചിരിക്കുക. നമ്മുടെ നാവിന്മേൽ ദൈവം തന്നിട്ടുണ്ട്. പ്രശ്നങ്ങളുടെ മുഖത്ത് എന്നും കരച്ചിലിന്റെ സാക്ഷി പറയുവാനായിട്ടല്ലെന്നേ, ഹല്ലേലൂയ, നിന്നിൽ കൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. അതിന്റെ പേർക്കാ ദൈവം നിന്നെ അവിടേക്ക് അയക്കുന്നേ. താങ്ക് യു ലോ. പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലെന്നേ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരും. അതിന്റെ മധ്യ ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. താങ്ക് യു. അത് ആരാഞ്ഞറിയുന്നവനോ രാജാക്കന്മാരുടെ മഹത്വം. താങ്ക് യു ലോ. ദൈവ മഹത്വം നിന്നിൽ കൂടെ, രാജാവാകുന്ന നിന്നിൽ കൂടെ. താങ്ക് യു ലോ. ദൈവം നമ്മളെ ആരാക്കി വെച്ചിരിക്കുന്നു? രാജാക്കന്മാരും പുരോഹിതന്മാരും. നമ്മൾ ആ രീതി ചിന്തിക്കണമെന്നേ. മറഞ്ഞു കിടക്കുന്നതിനെ വെളിയിൽ കൊണ്ടുവരാൻ, ദൈവവചനത്തിൽ ഹിഡനായിട്ട് കിടക്കുന്നതിനെ വെളിയിൽ കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ കൂടെ വെളിപ്പെടുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. താങ്ക് യു ലോ. മറച്ചു വെച്ചിരിക്കുന്നതിനെ വെളിയിൽ കൊണ്ടുവരുവാനായിട്ട്, ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ കൂടെ വെളിപ്പെടുവാനായിട്ട്, ദൈവത്തിന്റെ അഭിഷേകം നമ്മളിൽ കൂടെ വെളിപ്പെടുവാനായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കണം? താങ്ക് യു ലോ. ആമേൻ, ഹല്ലേലൂയ. ആ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. താങ്ക് യു ലോ. നമ്മൾ ആരാഞ്ഞറിയണം. താങ്ക് യു ലോ. നമ്മൾ ഡിസൈൻ ചെയ്യണമെന്നേ. താങ്ക് യു ലോ. നമ്മൾ പറയണം. നമ്മൾ എഴുതി വെക്കേണ്ടതിനെ എഴുതി വെക്കണം. ഇത് എന്റെ റൈറ്റാണ്, ഞാൻ പറഞ്ഞ നടക്കും. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ നടക്കും. എത്രയോ അനുഭവങ്ങള്. താങ്ക് യു ലോ. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടുവാനായിട്ടല്ല. ആഭിചാര ശക്തിയും ആ ശക്തിയും ദുഷ്ടശക്തിയും രോഗശക്തിയും ഇതൊന്നും കണ്ടിട്ട് നമ്മൾ ഭയപ്പെടുവാനായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. താങ്ക് യു ലോ. ദൈവം മഹത്വം ആരിൽ കൂടെ വെളിപ്പെടും? രാജാവിൽ കൂടെ, അല്ലെങ്കിൽ നമ്മളിൽ കൂടെ വെളിപ്പെടുവാനായിട്ട് ദൈവം നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആ തിരഞ്ഞെടുപ്പ് ലഭിച്ചതായ ആ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. എത്ര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ അവർക്കത് തിരിച്ചറിഞ്ഞോ? ഇല്ല. അൺഫോർച്ചുനേറ്റ്ലി അവർക്കത് തിരിച്ചറിയുവാനായിട്ടുള്ളതായ ആ ഒരു നോളജ്. പക്ഷെ ദൈവം നാമമഹത്വത്തിനായിട്ട് ദൈവം നമുക്ക് വേണ്ടി അത് ആ പോഷൻ വെച്ചിരിക്കുന്നു. താങ്ക് യു. നമ്മൾ തിരിച്ചറിയുവാൻ വേണ്ടി. യെസ്, അവർക്കത് സാധിച്ചേനെ. പൂർണ്ണമായിട്ട് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർക്കത് സാധിച്ചേനെ. പിന്നീട് യേശു എന്ത് ചെയ്തു? യേശു പട്ടണത്തിൽ പോയി അന്നേരം പോയി ബ്രെഡ് വാങ്ങിക്കാനാണ് പറഞ്ഞത്. നോ, വാട്ട് എവർ യു ഹാവ്, നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടുവരുവാനാണ് യേശു പറഞ്ഞത്. അവിടെ ദൈവമഹത്വം വെളിപ്പെടുത്തിയില്ലേ? താങ്ക് യു ലോ. എൻ്റെ യേശു ചെയ്തതുപോലെ ഹല്ലേലൂയ, അവർക്കത് സാധിച്ചേനെ. അവർ വിശ്വാസത്തോടുകൂടി ഉയർത്തിയാൽ ദൈവമഹത്വം അവർ കണ്ടേനെ. ഇന്ന് നമ്മളോട് ആ വചനത്തിൽ കൂടെ പറയുന്നത്, നിന്റെ പക്കൽ എന്തുണ്ടോ നീ വിശ്വാസത്തോടു കൂടി ഇന്ന് ഉയർത്തുക. ദൈവമഹത്വം നിന്നിൽ കൂടെ വെളിപ്പെടും. നീ വിശ്വസിക്കുന്നവനാണോ, ദൈവമഹത്വം നിന്നിൽ കൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുക. ഈ വചനങ്ങൾ ആദ്യം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ലോർഡ്.